നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർവ്വസമവാക്യങ്ങളിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് ചെയ്യാൻ പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അതെങ്ങനെ ചെയ്യാം? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതാം. അല്ലെങ്കിലോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന രൂപത്തിൽ എഴുതാം. നമുക്ക് ഓരോന്നാലും ചെയ്ത് നോക്കാം. ഇത് 1214 ഇൻറ്റു 1214, അത് എ സ്ക്വയർ രൂപത്തിലല്ലേ? എ എന്നുള്ള സംഖ്യ 1214 ആണെങ്കിൽ എ സ്ക്വയർ രൂപത്തിലാണ്. അപ്പം എ എത്രയായിരിക്കും? 1214. പിന്നെ മൈനസ് ബി എത്രയെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2ab. ഇത് 2 ഇൻറ്റു എ ഇൻറ്റു ബി എത്രയാണ്? 914 ഉണ്ടോ? 2ab പ്ലസ് ബി സ്ക്വയർ 914 സ്ക്വയർ. അപ്പം ബി എത്രയായിരിക്കും? 914 അപ്പം ഈ രൂപത്തിലാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതണം? എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ 1214 മൈനസ് ബി എത്രയാണ്? 914. എന്നിട്ട് സ്ക്വയർ ഇട്ടാൽ മതി. ഇത് കുറച്ച് സ്ക്വയർ കാണുക. 1214 മൈനസ് 914 കുറയ്ക്കുമ്പോൾ എങ്ങനെ വരും? 300 വരും അല്ലേ? 300. അപ്പം ഇസ് ഈക്വൽ ടു 300 സ്ക്വയർ. 300 സ്ക്വയർ എന്ന് വെച്ചാലോ 3 ഇൻറ്റു 3 കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് എത്ര പൂജ്യം ഉണ്ട്? ഇരട്ടി പൂജ്യം ഇട്ടാൽ മതി. 3 ഇൻറ്റു 3 9. 2 പൂജ്യം എടുക്കുമ്പോൾ 4 പൂജ്യം ഇടണം. 1 2 3 4 ഉണ്ടോ? ഇതാണ് 90,000 ആണ് ആൻസർ. അപ്പോൾ എങ്ങനെ എഴുതണം? കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലേ? ഇത് മുഴുവൻ ഗുണിച്ച് കുറച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അധിക സമയം വേണം. ഇത് അടുത്ത് നോക്കാം. ഇതുണ്ടോ എ സ്ക്വയർ അല്ലേ? എന്നൊക്കെ 81 ഇൻറ്റു 81 എ സ്ക്വയർ ആണ്. മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ഉണ്ടോ? എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. 2 എ 81 ബി 68 പ്ലസ് ബി സ്ക്വയർ 68 സ്ക്വയർ. അപ്പോൾ എ എത്രയാണ് ഇവിടെ? 81 ആയിട്ട് എടുക്കുക. മൈനസ് ബി എത്രയാണ്? 68. ബി സ്ക്വയറിൻ്റെ സ്ഥാനത്തല്ലേ 68 സ്ക്വയർ കിടക്കണം. അതുകൊണ്ട് ബി എത്രയാണ്? 68 ഹോൾ സ്ക്വയർ. 81 68 കുറയ്ക്കണം. 81 മൈനസ് 68. 8 3 11 7 1 13. അപ്പോൾ എത്രയാണ്? 13 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇതിന് കുറച്ച് എഴുതണ്ടേ? അപ്പോൾ 13 സ്ക്വയർ എത്രയാണ്? 13 169. അപ്പം ഇതാണ് ആൻസർ. ഇത് ലഘൂകരിച്ച് എഴുതുമ്പോൾ എത്ര കിട്ടും? 169 കിട്ടും. അടുത്തത് നോക്കാം. 374 ഇൻറ്റു 374 എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് 164 ഇൻറ്റു 164. അപ്പോൾ ഈ രൂപത്തിലല്ല, പിന്നെ എങ്ങനെ? ഈ രൂപത്തിലാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാ ഇത് കിടക്കുന്നത് അല്ലേ? അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. 374 എ 164 ബി ആയിട്ട് എടുക്കുക. അപ്പം 2ab എന്നാണ് കിടക്കുന്നത് അല്ലേ? അതെങ്ങനെ എഴുതണം? അത് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആക്കിയാൽ മതി അല്ലേ? എ എത്രയാണ് ഇവിടെ? നേരം 374 മൈനസ് ബി എത്രയാണ്? 164 ഹോൾ സ്ക്വയർ. അപ്പം 374 കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ ഉണ്ടാവും മതി. 374 മൈനസ് 164 എത്ര കിട്ടും? 0 7 6 1 3 1 2 210 അല്ലേ? 0 7 6 1 3 1 2 210. 210 സ്ക്വയർ ആണ്. അതിൻ്റെ വർഗം കാണാം. 221 ഇൻറ്റു 21 1 1 2 എത്ര വരും? 1 4 441. എത്ര വരും? 441. എന്നിട്ട് 0 ഒഴിവാക്കിയാൽ നമ്മൾ ഗുണിച്ചത്. അപ്പോൾ എത്ര പൂജ്യം ഇടണം? 1 പൂജ്യം ഉണ്ടെങ്കിൽ 2 പൂജ്യം ഇടണം അല്ലേ? ആൻസർ. അപ്പോൾ എങ്ങനെ വരും? 374 മൈനസ് 164 കാണണം. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഉത്തരവായി. അപ്പോൾ ഇതാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലുള്ള കണക്കുകൾ ചെയ്യുന്നതിനുള്ള എളുപ്പവഴി അല്ലേ? നമ്മൾ ഇത് നിങ്ങൾ പഠിച്ച എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചു. എ മൈനസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ 2 പഠിച്ചു അല്ലേ? ഇനി അടുത്ത ക്ലാസ്സുകളിൽ അതിൻ്റെ ബാക്കിയുള്ള ഈ സർവ്വസമവാക്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.